ധനുഷേ, ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് ചോദിച്ചു പോവാം. എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ധനുഷിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തീരുമാനിച്ചത്. ചില കാര്യങ്ങളിൽ മാതൃഭൂമി ദിനപത്രം, ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നമ്മുടെ മാതൃഭൂമിയുടെ കുറച്ച് കാലമായിട്ടുള്ള പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. കാരണം ഇത് കുഞ്ഞുനാൾ മുതലേ ഞാൻ കാണുന്ന പത്രവും ഞാൻ വായിച്ചിരുന്ന പത്രവും ആയതുകൊണ്ട് അതിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം എന്നെ പോലെയുള്ള വരിക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും, ബോധ്യപ്പെടും. ഞാനും കൊച്ചിലെ മുതലേ മാതൃഭൂമി അത് ഞാൻ കുഞ്ഞുനാൾ മുതലേ വായിക്കുന്നതാണ്. മാത്രമല്ല ഒരു പഠിക്കുന്ന സമയം മുതലേ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വീട്ടിൽ വരുത്തുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിറയെ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പുണ്ട്. മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിനെയാണ് ആദ്യം ഞാൻ പിടികൂടിയത് ഈ കാര്യത്തിൽ. അതിൽ കുറച്ച് മാവോയിസ്റ്റ് അനുകൂല ലേഖനങ്ങൾ വരാറുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ അവർക്ക് കത്തൊക്കെ അയച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ട് അവർ ഓഫീസിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പണ്ട് മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നു മാതൃഭൂമിയിൽ വർക്ക് ചെയ്യണോ പത്രത്തിലായാലും ശരി, ചാനലിലാണെങ്കിൽ. അങ്ങനെ മാതൃഭൂമിയിലെ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ എന്താ പറയാ, ഒന്നും അറിഞ്ഞൂടാത്തൊരു കിഴങ്ങനായിരുന്നു. ഞങ്ങളും ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭൂരിഭാഗം പേർക്കും ഏഷ്യാനെറ്റിലോ പിന്നെ ഇന്നത്തെ ഇന്ത്യ വിഷനൊക്കെയാണ് അന്ന് തീയായിട്ട് നിൽക്കുന്നത്. ഇന്ത്യ വിഷനിൽ ഒന്നും പോകണ്ട. മാതൃഭൂമിയുടെ പഠിച്ചിറങ്ങിയിട്ടാണ് ഞങ്ങളുടെ അന്നത്തെ ഒരുപാട് കാലത്തിന് ശേഷം ഇന്റർവ്യൂ. ഞങ്ങളൊക്കെ ഇറങ്ങി ഒരുപാട് കാലത്തിന് ശേഷമാണ് മാതൃഭൂമി വരുന്നത്, ചാനൽ വരുന്നത്. അപ്പം മാതൃഭൂമി ചാനൽ വരുന്നു എന്നുള്ളത് അതിന് മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പോൾ മാതൃഭൂമിയുടെ ചാനൽ വരുമ്പോൾ എല്ലാവർക്കും അതിലേക്ക് കയറണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ വലിയ ആഗ്രഹം. അപ്പോൾ ഇന്ന് പത്രത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പത്രം കുറച്ച് നാളെന്ന് വെച്ചാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2000 കൊറോണ വരുന്നതിന് മുമ്പ് ഈ പത്രത്തിന്റെ ചില പെരുമാറ്റത്തിൽ സംശയമുണ്ടായിരുന്നു. സ്വഭാവത്തിലൊരു മാറ്റം ഇങ്ങനെ വർഷങ്ങളായിട്ട് പിടിക്കപ്പെട്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഈ ചർച്ച ഞങ്ങൾ നടത്തുകയുണ്ടായി. അത് വരിക്കാർ പൂർണ്ണമായിട്ടും ഒരു നല്ലൊരു വിഭാഗം വരിക്കാർ ഇതിനെ കൈയൊഴിയുന്നു. മാതൃഭൂമി ഇന്ന് മുന്നേ തുടങ്ങിയതല്ല. വി മുരളീധരൻ ഒരു സർക്കാരിന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതിയ ഒരു കുറിപ്പ് എഴുതി അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനും ഇത് എന്താ അറിയാം, പക്ഷേ അത് ആ കുറിപ്പ് ഞാൻ വായിച്ചു. ആ കുറിപ്പില് രാഹുൽ ഗാന്ധിയെ ബാഹുബലിയായിട്ട് ചിത്രീകരിച്ച് 4 അമ്പ് കൊടുത്തിട്ടുണ്ട്. ആ 4 അമ്പിൽ ഒരു അമ്പ് നന്ദി രാഹുൽ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു അമ്പ് ഹിന്ദുക്കളെ രാഹുൽ ഗാന്ധി ആക്രമണകാരികൾ എന്ന് വിളിക്കുന്ന ഇതുണ്ടല്ലോ, ഹിന്ദുക്കളെ ആ ആക്രമണകാരികൾ എന്ന് വിളിക്കുന്ന വേറെ മാധ്യമമാണെങ്കിൽ അത് എഴുതാം, വീക്ഷണത്തിന് എഴുതാം. പക്ഷെ മാതൃഭൂമിക്ക് അത് എഴുതാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, 1923 മാർച്ച് 19 തോന്നുന്നു ഈ ഉത്തര കേരളത്തിലെ കോഴിക്കോടാണ് മാതൃഭൂമി ഉണ്ടാകുന്നത്. കേശവമേനോനാണ് മാതൃഭൂമി ആദ്യത്തെ പത്രാധിപർ. അപ്പോ ഈ മാതൃഭൂമി ഉണ്ടാകുന്നത് ആരുടെ പൈസക്കാണ്? NSSന്റെ ആൾക്കാര് പിടിയരിയും തേങ്ങയും ഉടച്ച് അവരുടെ ചെറിയ ചെറിയ ഓഹരികൾ പിരിച്ചാണ് മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കൾ ഒരു പത്രം തുടങ്ങുന്നു എന്ന രീതിയിലാണ് മാതൃഭൂമി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു പത്രമാണ് മാതൃഭൂമി. അത് ശ്യാമിന് മനസ്സിലാവും. അത് നമ്മുടെ ക്ഷേത്രപ്രവേശനം, അതായത് അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള സത്യാഗ്രഹത്തിൽ മാതൃഭൂമി വഹിച്ച പങ്കൊക്കെ നിസ്തുലമാണ്. അതായത് ഹൈന്ദവർക്കിടയിൽ മാതൃഭൂമി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നവോത്ഥാനം ഉണ്ടല്ലോ, അത് നവോത്ഥാനം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പത്രത്തിന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഒരു നവോത്ഥാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അതേസമയം മാതൃഭൂമിക്ക് ഹൈന്ദവർക്കിടയിൽ നവോത്ഥാനം. അപ്പൊ അതൊക്കെ കൊണ്ട് മാതൃഭൂമിയെ ഇവിടെയുള്ള ഹൈന്ദവർ നെഞ്ചിലേക്ക് കയറ്റിയിരിക്കുന്ന ഒരു പത്രമാണ്. അപ്പൊ ആ പത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഹിന്ദു വിരുദ്ധ പ്രസ്താവന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം വലിയ രീതിയിൽ പ്രതികരിക്കും. പോരാത്തതിന് മീശ നോവൽ വന്നപ്പോഴും ഇതേ പ്രതികരണമാണ് ഉണ്ടായത്. ഇതേ പ്രതികരണമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഇപ്പോഴും ആൾക്കാർ എനിക്ക് ഒന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ മാതൃഭൂമി 1923 മാർച്ച് 18 ആരംഭിച്ച് ഈ മാതൃഭൂമിയോട് ഞാൻ ബൈ പറയുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പണ്ടേ ബൈ പറയുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാനിത് ധനുഷിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഈ വിഷയം സംസാരിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഈ കാര്യം ധനുഷിനോട് ചോദിച്ചു. ഈ പേജ് 5 ഇന്നത്തെ പത്രം പേജ് 5. കഴിഞ്ഞ ദിവസം SFI ഇവിടെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ സമരം ദേശീയ തലത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ SFI ആകെപ്പാടെ നടത്തുന്നത് ഇവിടെ മാത്രമാണ്, കേരളത്തിൽ. അവരുടെ ദേശീയ തലം അവിടെ മറ്റേ നീറ്റ് പരീക്ഷയുടെ അത് പൊലിപ്പിച്ച് കാണിച്ചാൽ മാത്രം മറ്റേ ഇഡി പിടിക്കുന്ന അറിയാതിരിക്കാൻ എല്ലാവരോട് തലവനിച്ച് മൂടിയിരിക്കുക, അതിനകത്ത് ഒളിച്ചിരിക്കുകയാണ് എല്ലാവരും. വരുൺ അടിക്കുകയാണ്. വരുൺ കൊണ്ടുവച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും തലവനിച്ചിരിക്കണം. ഈ വരുൺ അടിക്കുമ്പോഴത്തേക്ക് തലവനിച്ചിരുന്ന് പറ്റി ഇത് ചുറിയും കേട്ടോ അദ്ദേഹം വെള്ളം വീണ് കഴിഞ്ഞാലേ. അല്ല, അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി. ജലപീരങ്കി അടിക്കുമ്പോൾ ഒരു രീതിയിലേക്ക്.
അതേസമയം ഇവരെല്ലാവരും കൂടെ കുനിഞ്ഞിരിക്കുന്നു. ഈ ചിത്രം തന്നെ വലിയ പ്രത്യേകതയാണ്. ഇവരെല്ലാവരുടെ തല ഉനിച്ചിരിക്കുമ്പോൾ മറ്റൊരു വെള്ളത്തിന്റെ മുമ്പിൽ പ്രതിരോധിച്ചിരിക്കുന്ന 3 ഫ്രട്ടേണിറ്റിയാണ്. ഫ്രട്ടേണിറ്റിയുടെ നിയമസഭാ മാർച്ച്, ഫ്രട്ടേണിറ്റിയുടെ SFIയുടെ മാർച്ചിന് അതേ പ്രാധാന്യം ഫ്രട്ടേണിറ്റിയുടെ മാർച്ചിന് മലയാളത്തിന്റെ മാതൃഭൂമി നൽകുന്നു. എങ്ങനെ നൽകാൻ സാധിക്കുന്നു? ഞാൻ ഈ ഫ്രട്ടേണിറ്റിയുടെ മാർച്ച് പലപ്പോഴും ഫ്രട്ടേണിറ്റിയുടെയും വെൽഫെയർ പാർട്ടിയുടെ, ഫ്രട്ടേണിറ്റി ആരാണ്? വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന. വെൽഫെയർ പാർട്ടി ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന. ഞാൻ ഇവരുടെ മാർച്ച് പലതവണ രാജ്ഭവൻ മാർച്ച്, നിയമസഭ മാർച്ച് കാണാറുണ്ട്. മാധ്യമം പോലും നാണിച്ച് തല താഴ്ത്തും. കഴിഞ്ഞ ദിവസം വീക്ഷണം നാണിച്ച് തല താഴ്ത്തി, ഇപ്പൊ മാധ്യമം നാണിച്ച് തല താഴ്ത്തിയിരിക്കും. മാധ്യമം മിക്കവാറും ഇവരോട് ചോദിക്കാം, ശരിക്കും ഞങ്ങളാണ് മാധ്യമം എന്ന് പറയേണ്ട അവസ്ഥയിലാണ്. മാധ്യമം ഞങ്ങളാണെന്ന് പറയേണ്ട അവസ്ഥയിലാണ്. ഇത് കണ്ടോ, ആ ചിത്രം കണ്ടോ? ഈ ഇവരുടെ മാർച്ച് കിടക്കുമ്പോൾ രാജ്ഭവൻ മാർച്ചും, ഞാൻ സ്ഥിരമായിട്ട് ഈ മാർച്ചുകളുടെ റിപ്പോർട്ടറാട്ടോ. എന്നെ കൊണ്ടുപോയി മാർച്ചിന് കൊണ്ടിടും, സ്ഥിരമായിട്ട് കൊണ്ടിടും. കാര്യം ഇതിന്റെ ഇടയിലേക്ക് എന്നെ കൊണ്ട് പറ്റും. മാതൃഭൂമി എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ചിലപ്പോൾ മാമാഭൂമി എന്ന് പറയേണ്ടി വരുമെന്ന് ഒരു ഇതാണ്. കാരണം എന്ന് പറഞ്ഞാലേ, അല്ല, ഇത് ഒരു കാര്യമേ ധനുഷേ, അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതങ്ങ് വിട്ടുപോകും. ഇതിന്റെ മാർച്ചിന് ഞാൻ സാധാരണ കാണാറുള്ള മീഡിയ വണിന്റെ മാധ്യമ പ്രവർത്തകനും ക്യാമറമാനും ഉണ്ടാവാറുണ്ട്. മാധ്യമത്തിന്റെ ഒരു ക്യാമറമാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പോലീസിന്റെ ഒരു ക്യാമറമാൻ ഉണ്ടാവും. കാര്യം ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസിന്, അല്ലാണ്ട് ഇവിടെ ആരും ഉണ്ടാവാറില്ല. ഒരു പത്രമോ ഒരു വാർത്തയാണെന്ന് മാതൃഭൂമി അവരുടെ പേരും നാളും എല്ലാം കൊടുത്തു. പേരും നാളും ഞാൻ വായിക്കാം ഗംഭീരമായിട്ട് പേരും നാളും സംഘടനയിൽ ഈ ഇത് ഇനി പേര് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ മാർച്ചിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അത് കിട്ടി കാണത്തില്ല. അതുകൊണ്ടായിരിക്കും പത്രമായിട്ട് മാതൃഭൂമി. അതെ, ഇങ്ങനെയാണ് കേട്ടോ. സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് KM ഷെഫ്രി പറഞ്ഞു. നിയമസഭാ മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. അവിടെയും തീർന്നില്ല. ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് KM ഷെഫ്രിൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കോടി, ജനറൽ സെക്രട്ടറി ആദിൽ അബ്ദുൽ റഹീം, ഭാരവാഹികളായ AK സഫീർ, PH ലത്തീഫ്, അലി, സവാദ്, നിഷാന്ത് എന്നിവർ സംസാരിച്ചു. പിന്നെ സ്ഥലമില്ല കേട്ടോ, ഇതിന്റെ താഴെ കെട്ടിടം വാടകയ്ക്ക് എന്ന് പറഞ്ഞൊരു പരസ്യമുണ്ട്. അല്ലെങ്കിൽ ഈ മാതൃഭൂമിയുടെ ഒരു വിഷയം പറയുമ്പോണ്ടല്ലോ, ഇനി വഴി നോക്കി നിന്നവരുടെ പേര് കൂടെ കൊടുക്കാൻ എല്ലാവരുടെയും പേര്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പത്രമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അധികാരവർഗവുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടിയ ഒരു പത്രം. നിരോധനം നേരിട്ടിട്ടുണ്ട്. ആധിപത്യത്തിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ നിരോധനം നേരിട്ടൊരു പത്രം. തിരുവിതാംകൂർ ഇത് 9 വർഷമാണ് ഈ പത്രത്തെ നിരോധിച്ചിട്ടില്ല. ഇത്രയും ഉള്ള ഒരു പത്രമാണ്. പത്രത്തിന്റെ അവസ്ഥയാണ്. ശ്യാമിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മാതൃഭൂമിയിൽ നിന്ന് ഇടയ്ക്ക് കൂട്ടരാജ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ അന്ന് അവരെന്താ പറഞ്ഞില്ലെന്നറിയാമോ? മാതൃഭൂമി പത്രം സംഘപരിവാറിന്റെ B ടീമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മാതൃഭൂമി പത്രത്തിൽ നിന്ന് കൂട്ടരാജി വെച്ച് പോയ പല ആൾക്കാരും ഉണ്ട്. ആ പല ആൾക്കാരും ഇന്ന് പല അൾട്രാ അന്തം കമ്മി മാധ്യമങ്ങൾ ഓൺലൈൻ ഉണ്ടാക്കി അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് മാതൃഭൂമി തെറി പറഞ്ഞുകൊണ്ട് മാതൃഭൂമി. അപ്പം അവരന്ന് തെറി പറഞ്ഞിട്ട് പുറത്തിറങ്ങേണ്ട പ്രശ്നം, ഹരീഷിന്റെ നോവൽ വന്നപ്പോൾ ഹരീഷിന്റെ നോവലിനെ മാതൃഭൂമി മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറായി എന്നുള്ളൊരു നിലപാട് കൊണ്ട് സംഘപരിവാർ പത്രമാണ് മാതൃഭൂമി എന്ന് പറഞ്ഞ് ഇവർ പുറത്തിറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹരീഷിന്റെ പ്രശ്നം മാതൃഭൂമി മാപ്പ് പറഞ്ഞതിൽ അല്ലെങ്കിൽ മാപ്പ് പറയാൻ തുനിഞ്ഞതിൽ ഇവർക്ക് വലിയ പ്രശ്നം ഉണ്ടായി. പക്ഷേ നബി നിന്ദ നടത്തിയപ്പോൾ മാതൃഭൂമി മാപ്പ് പറയാത്തതിലായിരുന്നു അവർക്ക് പ്രശ്നം. ഹരീഷിന്റെ വിഷയത്തിൽ മാതൃഭൂമി മാപ്പ് പറയാൻ പോയതിലാണ് പ്രശ്നം. നബി നിന്ദ നടത്തിയപ്പോൾ മാതൃഭൂമി മാപ്പ് അതായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ നിന്നുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ പലരും പുറത്തിറങ്ങിപ്പോയെന്ന്. പല ആൾക്കാരും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ പുറത്തിറങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മാതൃഭൂമി പത്രം തുടങ്ങുന്നത് ഈ ചെറിയ ചെറിയ ഓഹരികൾ, KP കേശവമേനോൻ അടക്കമുള്ള ആൾക്കാർ. അത് കഴിഞ്ഞ് KP കേശവമേനോന് ശേഷം മാതൃഭൂമിയുടെ മുഖ്യ പത്രാധിപതി വരുന്നു. അതിനുശേഷം കേളപ്പൻ അതിന്റെ പത്രാധിപതിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഓഹരി വിധിച്ചിട്ടാണ് മാതൃഭൂമി പത്രം ഉണ്ടാകുന്നത്. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് 10 രൂപയായിരുന്നു ഇവരുടെ ഓഹരി. 10 രൂപ ഓഹരിയായിരുന്ന സ്ഥലത്ത് നിന്ന് മാതൃഭൂമി പത്രം, പിന്നെ വീരേന്ദ്രകുമാർ കർണാടകക്കാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കർണാടകത്തിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടാണ് ബിസിനസ്മാനാണ്. മാതൃഭൂമി പത്രത്തിന്റെ ഓഹരി ഭീമമായി മേടിച്ച്, എനിക്ക് തോന്നുന്നു 55% ഷെയർ അദ്ദേഹം മേടിച്ചു എന്ന് തോന്നുന്നു. ഷെയർ അദ്ദേഹം മേടിച്ച് മാതൃഭൂമി പത്രത്തിന്റെ ഷെയർ മേടിച്ച് അദ്ദേഹം കയ്യിൽ വയ്ക്കുകയും പിൽക്കാലത്ത് മാതൃഭൂമി അദ്ദേഹത്തിന്റെ സ്വന്തമാക്കുകയും ചെയ്തു. മാതൃഭൂമി അദ്ദേഹത്തിന്റെ സ്വന്തമാക്കുമ്പോഴും മാതൃഭൂമിക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, സ്വാതന്ത്ര്യ സമരത്തിൽ നിസ്തുലമായി പങ്കുവഹിച്ച ഒരു പത്രം എന്ന് പറഞ്ഞൊരു പേരുണ്ടായിരുന്നു. അപ്പോൾ വീരേന്ദ്രകുമാർ ഈ പത്രം സ്വന്തമാക്കിയതിന് ശേഷം പിന്നെ ശ്രേയാംസ് കുമാറിന്റെ കയ്യിലേക്ക് ഈ പത്രം വന്നു. അപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം, ഇപ്പോൾ ഈ പത്രത്തിന്റെ ഓഹരികളൊക്കെ ആരുടെ കയ്യിലാണ്? അതൊരു വലിയ സംശയമാണ്. കാരണം ഓഹരികൾ, അതായത് ഈ ഫ്രട്ടേണിറ്റി എന്നാണ് ഉണ്ടായത് 2017 ഉണ്ടായ ഒരു സംഘടന.
അതും ഇവിടുത്തെ മാധ്യമങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ ചരിത്രം, ആ സംഘടനയുടെ പിൻബലം എന്താണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ പലരും അതിനെ ഒഴിവാക്കുന്നുണ്ട്. ആ സംഘടനയെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ SDP-യോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതേ നിലപാടാണ് ഫ്രട്ടേണിറ്റിയോടും സ്വീകരിക്കാറുള്ളത്. ക്യാമ്പസ് ഫ്രണ്ടിനോട് എങ്ങനെ സ്വീകരിക്കുന്നു അതേ. ഈ ക്യാമ്പസ് ഫ്രണ്ട് വരുന്നവന്മാർ തന്നെ ഇതിലും വരാറുള്ള കേട്ടോ. ഈ ഒരേ മാർച്ച് വരുന്ന 2 കൂട്ടരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ മാർച്ചിൽ ഇവന്മാർ വരും, കുറച്ചു കഴിഞ്ഞ് പിറ്റേന്ന് ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്രട്ടേണിറ്റി നടത്തുന്ന മാർച്ചിൽ ഇവന്മാർ വരാറുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കോളം 2017 ഉണ്ടായ ഒരു സംഘടനയ്ക്ക്, അതും 4-3-7 പേരുള്ള ഒരു സംഘടന, ഒരു പേപ്പർ കടലാസ് സംഘടനയായിട്ട് പലപ്പോഴും കരുതപ്പെടുന്ന ഈ സാധനത്തിനെ പിടിച്ച് മാതൃഭൂമി SFI എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു സംഘടന, എന്തു ആയിക്കോട്ടെ, അവരിപ്പോൾ വലിയ ആരോപണങ്ങൾ നേരിടോട്ടെ, എന്ത് വിഷയം ആയിക്കോട്ടെ, അവരുടെ ഒപ്പം ഈ കോളത്തിൽ അടിച്ചടിച്ച് വെച്ചിരിക്കുന്നു ഇവരെ. നാളെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാനും ചിലപ്പോൾ പറഞ്ഞേക്കും. അതാണ് ഞാൻ ആലോചിക്കുന്നതാണ്. അവിടെയാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ഇവരുടെ വാർത്തകൾ ഇത്രയധികം ഒരു പ്രാധാന്യത്തോടു കൂടി മാതൃഭൂമി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പറയേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ നാടാണ്. ആംബുലൻസ് കാണിച്ചാൽ അവർക്ക് വലിയ പ്രശ്നമാണ്. അപ്പൊ ഇത്രയും വലിയൊരു വാർത്ത ഇവരുടെയൊക്കെ പേരും കൊടുത്ത് ഈ കോളത്തിൽ കൊടുക്കണം. ഇനി എന്റെ പ്രധാനപ്പെട്ട ഡൗട്ടാണ്, ഇപ്പോ ശ്രേയാംസ് കുമാർ മാതൃഭൂമിയുടെ ഓഹരികളിലൊക്കെ ആരുടെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ കൂലങ്കഷമായിട്ട് പരിശോധിക്കേണ്ട. 2020 മാതൃഭൂമി വെളിപ്പെടുത്താനായിട്ട് തയ്യാറാവില്ല. 2020 മാതൃഭൂമി ഇത് സംബന്ധിച്ച് പിന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും അതിലൊരാൾ അറസ്റ്റിലാവുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത ശേഷം ഇദ്ദേഹം ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റിന് തന്നെ ഇത് അയച്ചു കൊടുക്കുകയായിരുന്നു. നിങ്ങൾക്കെതിരെ ഇങ്ങനൊരു കഥ വരുന്നു, ഇത് സത്യമാണോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം പോലീസിന് പിടിച്ചുകൊണ്ടുപോയി. പോലീസ് പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മാതൃഭൂമിയുടെ പരാതിയിൽ കേസെടുക്കാതെ മാർഗ്ഗമില്ല എന്ന് പോലീസ് പറഞ്ഞു. അയാൾക്കെതിരെ ജാമ്യം ലഭിക്കുന്ന സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കുറ്റപ്രകാരം കേസെടുത്തു. അദ്ദേഹം അന്നേരവും ബാധിച്ചൊരു കാര്യം, ഞാനിത് അവർക്ക് അയച്ചു കൊടുത്തു. ഇവര് സത്യം പറയട്ടെ, ഇതാരാണ് ഇവരുടെ അവകാശം മാതൃഭൂമി പത്രം വായിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ ഈ സ്ഥാപനം, നമ്മളടക്കമുള്ള മലയാളികൾ പണം കൊടുത്തിട്ടാണ് ഈ സ്ഥാപനം വളർന്നു വന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് നമ്മളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ വായനക്കാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇനി ഈ സാധനം ഇമാതിരിയുള്ള സാധനം അച്ചടിച്ചു വെച്ചാൽ ഇനി ഇവിടെ ചർച്ച നടത്തും, ഇനി നടത്തും. പക്ഷെ മാതൃഭൂമി ചാനലിന് ഇത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല. അവർ ഈ പുഴ, കാട്, അതാണ്, അത് ഞാൻ പറഞ്ഞില്ലല്ലേ, അത് ഞാൻ വിട്ടുപോയി. ആന, കുതിര, നമ്മൾ നേരത്തെ ആനസ്നേഹം പാലക്കാടെന്ന എൻ്റെ ഓർമ്മ. പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു മാധ്യമ പ്രവർത്തകനെ ആന ചവിട്ടിക്കൊന്നു. മാതൃഭൂമിയുടെ ആന ചവിട്ടിക്കൊന്നു. ആനയുടെ കീഴിൽ ട്രൈപോഡും ക്യാമറയുമായിട്ട് ആനയെ എടുക്കാൻ ചെന്ന് അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന് ആ സ്ഥാപനത്തോടും അദ്ദേഹത്തിന്റെ എക്യുപ്മെന്റിനോടും ഉത്തരവാദിത്വമുണ്ട്. ട്രൈപോഡിൽ നിന്ന് ക്യാമറ പെട്ടെന്ന് വലിച്ചെടുക്കുക എന്ന് പറയുന്നത്, ലോക്കി കിടക്കുന്ന ക്യാമറ പെട്ടെന്ന് ഊരുക എന്ന് പറയുന്നത് പാടാം. വേറൊരാളാണെങ്കിൽ എന്ത് ചെയ്യുന്നു പറയാം. ആ മാധ്യമപ്രവർത്തകനെ ബഹുമാനപൂർവ്വം അഭിമാനപൂർവ്വം മാത്രമേ അദ്ദേഹത്തെ നോക്കിക്കാണാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ എക്യുപ്മെന്റ് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഓടാൻ ശ്രമിക്കുമ്പോൾ ആ ട്രൈപോഡും ക്യാമറയും കൂടെ എത്ര വെയിറ്റ് വരുമെന്ന് അറിയാമല്ലോ. ട്രൈപോഡ് തട്ടി മടക്കണം. ഒന്ന് ക്യാമറ എടുത്തുകൊണ്ട് ഓടണം. ക്യാമറ എടുത്തുകൊണ്ട് ഓടണമെങ്കിൽ ലോക്കിൽ നിന്നും ക്യാമറ ഇളക്കി മാറ്റണം. ലോക്കിൽ നിന്ന് ഇളക്കി മാറ്റണ സമയം എടുക്കും. ട്രൈപോഡ് മടക്കണമെങ്കിലും നമ്മൾ പ്രസ് ക്ലബ്ബിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ആദ്യം പറയുന്നത്, ഒരു സമരം എങ്ങനെ കവർ ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾക്ക് എറി കൊണ്ടാലും നിങ്ങളുടെ ക്യാമറ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് എറി മേടിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ജീവനെക്കാട്ടിലും വിലയാണ് നമ്മുടെ ഒരു ക്യാമറമാൻ അയാളുടെ ക്യാമറ എന്ന് പറയുന്നത്. അതുപോലെയാണ്. അപ്പോൾ ഈ മാതൃഭൂമിയുടെ അന്ന് എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ആ ക്യാമറമാനെ കുറ്റം പറഞ്ഞു. എന്തിനാണ് ആനയുടെ അടുത്ത് പോയി ഇത്രയും അടുത്ത് നിന്ന് വാർത്ത എടുക്കുന്നത്? പക്ഷേ എൻ്റെ ഒരു ഡൗട്ടേഷാണ്, ഈ മാതൃഭൂമി ഒരുപാട് ഈ അനിമൽ പ്ലാനറ്റ് പോലെ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ കവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ മാനേജ്മെന്റ് തലത്തിൽ നിന്നുള്ള പ്രഷറാണോ എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള സാധനങ്ങൾ പോയി കവർ ചെയ്തോ. നമ്മൾ അവിടെ നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ അവിടുത്തെ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ ഉണ്ടാവുന്നത്. അതിന്റെ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ ആയിട്ട് ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് RSS വിരോധിയാണ്. അതെനിക്കറിയാം. ഒരു ബ്ലൈൻഡ് RSS വിരോധി. നേരത്തെ മീഡിയ വണ്ണിലായിരുന്നു പുള്ളിക്കാരൻ. മീഡിയ വണ്ണി എന്നുള്ളവരെയൊക്കെ മാതൃഭൂമിക്കകത്ത് നുഴഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. മീഡിയ വണ്ണി ഉണ്ടായിരുന്ന ആളൊക്കെ മാതൃഭൂമി നുഴഞ്ഞു കയറും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ മാതൃഭൂമിയുടെ പത്രം ഒരു സുഡാപ്പി പത്രമായിട്ട് അധപതിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ചയാണ് ഇവിടെ നടന്നത്. മാതൃഭൂമിയുടെ ചാനൽ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. പക്ഷേ ഉള്ളൊരു റേറ്റിംഗിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. നഷ്ടത്തിലാണ്. കൂപ്പ് കുത്തുകയാണ്. റേറ്റിംഗിൽ താഴോട്ട് പോകാൻ മാത്രമല്ല, ചാനൽ വളരെ നഷ്ടത്തിലാണ്. ഇപ്പോ സത്യം പറയട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് സത്യം പറഞ്ഞാൽ ലാഭത്തിലോടുന്നത്.
ബാക്കി എല്ലാ ചാനലും നഷ്ടത്തിലാണ്. ബാക്കി എല്ലാം ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏഷ്യാനെറ്റ് ലാഭത്തിൽ ഓടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റാറിന്റെ എന്തോ സെറ്റപ്പാണ്, സ്റ്റാറിന്റെയോ സിയുടെയോ എന്തോ കൂട്ടുചേർന്നാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് അതെ, ഏഷ്യാനെറ്റ് മലയാളിയുടെ ഒരു ശീലത്തിന്റെ ഭാഗം കൂടെയാണ്. പക്ഷേ എന്നിരുന്നാലും മാതൃഭൂമിയും നമ്മുടെ ഒരു ശീലത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ മാതൃഭൂമി ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇനി കൊടുക്കുന്നത്. ഇനി ഇത് എടുത്തോട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇനി ഇതും പൊക്കി പിടിച്ചോണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ഇത് ചർച്ച ചെയ്യും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.